ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെ ജനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പീഡനങ്ങൾ ഏറി വരികയാണെന്നാരോപിച്ച് അനിശ്ചിതകാല സമരവുമായി പ്ലാന്റുകൾ. ആശാ വർക്കർമാർക്ക് ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. ലഹരിക്കെതിരെ ഇരുചക്ര വാഹന ബോധവൽക്കരണ റാലിയുമായി വിദ്യാർത്ഥികളും അധ്യാപകരും. ചെത്തുതൊഴിലാളി യൂണിയൻ CITU കോഴിക്കോട് താലൂക്ക് തല സമ്മേളനം കോഴിക്കോട് ചെറുവണ്ണൂരിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മലബാർ മേഖലയിലെ കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെ ജനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പീഡനങ്ങളും അതിക്രമങ്ങളും ഏറി വരികയാണെന്ന് റെൻഡറിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള. അതിനാൽ ഈ സംഘടനയിൽ ഉൾപ്പെട്ട മലബാറിലെ എല്ലാ സ്ഥാപനങ്ങളും മാർച്ച് 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യാതൊരു രീതിയിലും എന്താ പറയുക, ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിനോടോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനോടോ ഒരു രീതിയിലും സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരാശരി ഒരു 300 ടണ്ണോളം ഞങ്ങളുടെ ഇത്രയും ജില്ലകളിലെ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ സംസ്കരിക്കുന്നുണ്ട്. അറവ് മാലിന്യം ഞങ്ങൾ സംസ്കരിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യാതൊരു രീതിയിലും ഒരു പ്രകോപനം ഉണ്ടെങ്കിലും എല്ലാവരും പേടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 350 കോടിയോളം മുടക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ പുറകിലുള്ള എല്ലാ പ്ലാന്റുകളും. 42ഓളം പ്ലാന്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. നിയമപ്രകാരമുള്ള എല്ലാ രേഖകളും അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിലുള്ള DLFMCയുടെ അംഗീകാരവും വാങ്ങി ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ച് സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമാകാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് തങ്ങളെന്ന് റെൻഡറിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയിൽപ്പെട്ട നിലമ്പൂരിലെ ബീറ്റോൺ അഗ്രോ ഫുഡ്സ് എന്ന സ്ഥാപനത്തിലെ 7ഓളം വാഹനങ്ങൾ ബലമായി തടഞ്ഞുവെച്ച് തൊഴിലാളികളെ സാമൂഹ്യദ്രോഹികൾ എന്ന രീതിയിൽ ക്രൂരമായി മർദ്ദിച്ചു. കളക്ഷൻ തുകയായ 1,74,500 രൂപ അപഹരിച്ചു. ഈ സംഭവത്തിൽ അക്രമികളെ പിടികൂടുന്നതിന് പകരം സ്ഥാപനം പൂട്ടിയിടാനാണ് പോലീസ് പറയുന്നതെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു. അതിനാൽ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ കേരളത്തിലെ മാലിന്യം കൈകാര്യം ചെയ്യുന്ന സംഘടനയിൽപ്പെട്ട എല്ലാ പ്ലാന്റുകളും നിർത്തിവെച്ച് സമരത്തിനിറങ്ങുകയാണെന്നും ഭാരവാഹികളായ സുജീഷ് K, യൂജിൻ ജോൺസൺ, അമർ ഷാറൂഖ്, ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു രീതിയിലുമുള്ള സപ്പോർട്ട് ഇല്ലാതാവുന്നതുകൊണ്ട് ഞങ്ങളൊരു സൂചനാ പണിമുടക്ക് എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. ബേപ്പൂർ ഹെൽത്ത് സെന്ററിന് മുന്നിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി M ധനീഷ് ലാൽ ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിൽ കയറിയവരെ വിപ്ലവീര്യ സഖാക്കളെ എവിടെ പോയി ആദർശം? വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു മാസക്കാലത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബേപ്പൂർ ഹെൽത്ത് സെന്ററിന് മുൻപിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി M ധനീഷ് ലാൽ ഉദ്ഘാടനം ചെയ്തു. രാവും പകലും അധ്വാനിക്കേണ്ട ഒരു ചുമതലയുള്ള ജോലിയാണ് ആശാ വർക്കർ എന്ന് പറയുന്നത്. എന്നിട്ട് അവർക്ക് കിട്ടുന്നതോ മാസത്തിൽ വെറും 10,000 രൂപ മാത്രമാണ്.
എങ്ങനെയാ 10,000? ഇതിനകത്ത് 7,000 രൂപ കേരളം കൊടുക്കുന്നത്, ഗവൺമെന്റ് കൊടുക്കുന്നത്. 2,000 രൂപ ഇൻസെന്റീവ് ഇനത്തിൽ, 1,000 രൂപ കേന്ദ്രവും അടക്കം നൽകുന്ന 10,000 രൂപ. ആ 10,000 രൂപയാണ് ഇവർക്ക് ആകെ ലഭിക്കുന്നത്. നിങ്ങളും ഞാനും മനസ്സിലാക്കണം. എന്നിട്ട് ഇവർക്ക് വേറെ പണിക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. ഈ ചുമതല മാത്രമേ നിർവഹിക്കാൻ വേണ്ടി സാധിക്കൂ. ഒരു ആശാ വർക്കർക്ക് മറ്റൊരിടത്ത് ജോലിക്ക് പോകാൻ കഴിഞ്ഞാൽ സാധ്യമല്ല. കാരണം 24 മണിക്കൂർ ഡ്യൂട്ടിയാണ്, ആ ചുമതലകളാണ്. അത് വളരെ കൃത്യമായി നിർവഹിക്കുകയും ആരോഗ്യരംഗത്ത് കേരളത്തിലെ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് അഭിമാനികളായ ആ വനിതകൾ എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം TK അബ്ദുൾ ഗഫൂർ, മുരളി ബേപ്പൂർ, N ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു. KK സുരേഷ്, T പുരുഷു, V ജയപ്രകാശ്, രാജേഷ് അച്ചാറമ്പത്ത്, PP കൃഷ്ണൻ, AM അനിൽകുമാർ, T രാജലക്ഷ്മി ടീച്ചർ, KC ബാബു, മലയിൽ ഗീത, K റാണേഷ്, N ബ്രിജേഷ്, രാജേഷ് അടമ്പാട്ട്, PC അബ്ദുൾ മജീദ്, M ഷെറീഫ്, CT ഹാരിസ്, T ഷഫ്നാസ് അലി, P രജനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരെ ഇരുചക്ര വാഹന ബോധവൽക്കരണ റാലിയുമായി വിദ്യാർത്ഥികളും അധ്യാപകരും. ലഹരി നാടിന് വിപത്തെന്ന് തിരിച്ചറിഞ്ഞ് വെള്ളിമാടുകുന്ന് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ ലഹരിക്കെതിരെ പോലീസിന് ഒപ്പമെന്നും പ്രതിജ്ഞ ചെയ്തു. വീട് തകർത്തും നീങ്ങിയിടുന്നൊരു കാലത്ത് അരുതേ അരുതേ ചങ്ങാതി ലഹരിക്കടിമയാവരുതേ. വെള്ളിമാടുകുന്ന് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരെ സൈക്കിൾ റാലി നടത്തിയത്. രാവിലെ സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലിക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ഇരുചക്ര വാഹനങ്ങളിൽ അകമ്പടിയായി നീങ്ങി. കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി നാടിന് വിപത്താണെന്നും ഈ തലമുറയെയും ഇനി വരുന്ന തലമുറയെയും ലഹരിയുടെ കെണിയിൽ നിന്നും രക്ഷിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയൊരു വിപത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഹരി തന്നെയാണ്. വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ. തുടർന്ന് ഹെഡ് മിസ്ട്രസ് സി ടെസി മരിയ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. വിദ്യാർത്ഥികൾ ചേവായൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് ലഹരിക്കെതിരെ പോരാടുന്ന പോലീസ് സേനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ നോക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ അതിക്രൂരമായിട്ട് വിമർശിക്കുകയും അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണാതെ പോവുകയും ചെയ്യുന്നവരുണ്ട്. പോലീസ് സ്റ്റേഷനിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വിവിധ നടപടിക്രമങ്ങളെക്കുറിച്ചും സെക്ഷൻ ഹെഡ് ഓഫീസർ ഷീല വിശദീകരിച്ചു. SI ശരത്, ജനമൈത്രി പോലീസ് ഓഫീസർ സന്ദീപ്, ഷെബിൻ, സ്കൂൾ മാനേജർ ഫാദർ സജീവ് വർഗീസ്, 15ാം വാർഡ് കൗൺസിലർ TK ചന്ദ്രൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ എൽസിറ്റ്, അഞ്ജിത എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചെത്ത് തൊഴിലാളി യൂണിയൻ CITU താലൂക്ക് സമ്മേളനം കോഴിക്കോട്ട് നടന്നു. കള്ളുചെത്ത് വ്യവസായ ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ K ദാസൻ ഉദ്ഘാടനം ചെയ്തു.
തൊഴിലാളികളുടെ പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. ചെത്തു തൊഴിലാളി യൂണിയൻ CITU കോഴിക്കോട് താലൂക്ക് സമ്മേളനം കള്ളുചെത്ത് വ്യവസായ ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ K. ദാസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം പൊതുവായി പല കാര്യങ്ങളിലും പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നാം വളരെയധികം സംരക്ഷിച്ചു പോകുന്നതാണ് മതനിരപേക്ഷത. സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യത്ത് പുലർന്നു കാണാൻ ആഗ്രഹിച്ചതാണ്. അതിന്ന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതും വിദേശ പ്രചരണങ്ങൾ വലിയ കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ളതും ഒരു വിഭാഗത്തെ ശത്രുക്കളായി കാണുന്നു എന്നുള്ളതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നു. വർഗീയത വലിയ തോതിലാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 ശേഷം ദേശീയ ശാസ്ത്ര കോൺഗ്രസ് അത് വിളിച്ചു ചേർക്കാൻ അവർ തയ്യാറാവുന്നില്ല. യുക്തിചിന്തയും ശാസ്ത്രചിന്തയും പ്രചരിപ്പിക്കാനാണ് അവർ ഈ ദേശീയ കോൺഗ്രസ് ചേരുന്നത്. പക്ഷെ അതിനെ തടഞ്ഞു നിർത്തുകയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നടപടിയാണ് ഇപ്പോൾ അവർ BJP ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ P. ജയപ്രകാശൻ, താലൂക്ക് സെക്രട്ടറി EK സിദ്ധാർത്ഥൻ, MM പ്രകാശൻ, KK ബൈജു, EK ഷാജു, K. ബാബു, K. ഗണേശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. റംസാൻ മാസത്തിൽ റിലീഫ് പ്രവർത്തനങ്ങളുമായി ശിഹാബ് തങ്ങൾ സ്വയം സഹായ സംഘം വനിതാ വിങ്. ഇത്തവണയും 2000-ലേറെ കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്നുള്ള സഹായങ്ങളും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതിനെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ബാങ്ക് ലോണ് പലിശയിലേക്ക് കടന്നു പോകുന്ന ഒരുപാട് വീടുകളെ രക്ഷപ്പെടുത്താനും പലിശ ഒഴിവാക്കി അവരെ ഞങ്ങൾ പരസ്പരം ഒരു സമ്പാദ്യ തുക വെച്ച് ആഴ്ചയിൽ പരസ്പരം അവരൊന്നിക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുത്ത് ഈ പണം ബാങ്കിൽ നിക്ഷേപിച്ച് അതിൽ നിന്നും പലിശരഹിത വായ്പയായി പല കുടുംബങ്ങൾക്കും നൽകാനും ഒക്കെയാണ് ഞങ്ങളുടെ ഇതിന്റെ ഉദ്ദേശം. ശിഹാബ് തങ്ങൾ സ്വയം സഹായ സംഘം വനിതാ വിങ് നിരവധി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് റമദാൻ മാസത്തിൽ നിർധന കുടുംബങ്ങൾക്കും രോഗികൾക്കുമായി നൽകി വരുന്നത്. റംസാൻ കിറ്റ് വിതരണം, മരുന്ന് വിതരണം, രോഗികൾക്കുള്ള മറ്റ് ജീവനോപാധികളുടെ വിതരണം എന്നിവ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടും. സമൂഹത്തിലെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. സംഘടനയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സുഗമമായി നടപ്പാക്കാൻ എല്ലാവരുടെയും സഹകരണവും അവർ അഭ്യർത്ഥിച്ചു. ധനസഹായം എത്തിക്കുന്നതിനായി ഇന്ത്യൻ ബാങ്കിന്റെ മിഠായിത്തെരു ശാഖയിൽ 7323988221 എന്ന നമ്പറിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മുസമ്മിൽ PM പുതിയറ, സെക്രട്ടറി സക്കീല, സാബിത പൈക്കാട്ട്, കുഞ്ഞിമൊയ്തീൻ കുട്ടി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു വർഷത്തെ പഠന മികവ് കുട്ടി മാഗസിനുകളിൽ അടയാളപ്പെടുത്തി കക്കാട് GLP സ്കൂളിലെ കുട്ടി എഴുത്തുകാർ. അക്ഷരമിഠായി എന്ന പഞ്ചായത്ത് തല പഠനോത്സവത്തോടനുബന്ധിച്ചാണ് കക്കാട് സ്കൂളിലെ 1 മുതൽ 4 വരെയുള്ള മുഴുവൻ ഡിവിഷനുകളിലെയും കുട്ടികൾ സ്വന്തമായി കുട്ടി മാഗസിനുകൾ തയ്യാറാക്കിയത്. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന കയ്യെഴുത്ത് പതിപ്പുകൾക്കുള്ള പേരുകളും വ്യത്യസ്തമായിരുന്നു. കയ്യെഴുത്ത് പതിപ്പിൽ വിവിധ തരം വിജ്ഞാനങ്ങളും അനുഭവങ്ങളുമാണ് കുട്ടികൾ എഴുതിയും വരച്ചും മനോഹരമാക്കിയത്. 20 മുതൽ 80 പേജ് വരെയുള്ള മാഗസിനുകളാണ് ഓരോ കുട്ടിയും വർണ്ണങ്ങളും ചിത്രങ്ങളും വിവരണങ്ങളും സഹിതം പുറത്തിറക്കിയത്. പുതുകാലത്തിന്റെ ഭാഷയും ഭാവനയും താളവുമെല്ലാം അടയാളപ്പെടുത്തും വിധമാണ് ഓരോ കുട്ടി പതിപ്പുകളും തയ്യാറാക്കിയത്. കയ്യെഴുത്ത് പതിപ്പുകളുടെ പ്രകാശനം കക്കാട് GLP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, കുന്നമംഗലം BPC മുഹമ്മദ് റാഫിക്ക് നൽകി നിർവഹിച്ചു. അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ചിത്രങ്ങളുടെയും വഴിയിൽ നേരിന്റെയും നന്മയുടെയും മുഖശ്രീയാവാൻ കുഞ്ഞു മക്കൾക്കാവട്ടെ എന്ന് ചടങ്ങിൽ സംസാരിച്ചവർ ആശംസിച്ചു. കയ്യെഴുത്ത് പതിപ്പിന് പുറമെ പിന്നിട്ട 10 മാസം കൊണ്ട് കുട്ടികൾ നേടിയെടുത്ത പഠന മികവുകളുടെ അവതരണവും നടന്നു.
പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിത സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് അംഗം എടത്തിൽ ആമിന, കോർഡിനേറ്റർ ഷീന, കുമാരനെല്ലൂർ GLP സ്കൂൾ HM ബോബി ജോസഫ്, തേക്കുംകുറ്റി FMLP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ട്രീസ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായധനം ഹബീബ ടീച്ചർ കൈമാറി. പരിപാടിക്ക് അധ്യാപകരായ ഷഹനാസ് ബീഗം, G ഷംസുദ്ദീൻ, K ഫിറോസ്, സത്യൻ CK തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നടുവണ്ണൂർ കോട്ടൂർ കുന്നരംവള്ളിയിലെ പ്രസിദ്ധമായ അത്തൂനി ദേവീ ക്ഷേത്രം താലപ്പൊലി മഹോത്സവം കൊടിയേറി. മേൽശാന്തി പ്രാണബലത്തിലത്ത് ഹരീഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നരംവെള്ളിയിലെ പ്രസിദ്ധമായ അത്തൂനി ദേവീ ക്ഷേത്രം താലപ്പൊലി മഹോത്സവം കൊടിയേറി. മേൽശാന്തി പ്രാണബലത്തില്ലത്ത് ഹരീഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 26 വൈകുന്നേരം 4 മണിക്ക് കലവറ നിറയ്ക്കൽ, 6:30 സർപ്പബലി, 9 മണിക്ക് മെഗാ തിരുവാതിര, മാർച്ച് 26 വലിയ വിളക്ക് ദിനത്തിൽ 8 മണിക്ക് ഭണ്ണാരം എഴുന്നള്ളത്ത്, 9 മണിക്ക് ഇളനീർ കുലമുറി, 4 മണിക്ക് കുലവരവ്, 4:30 വാൾ എഴുന്നള്ളത്ത്, 6:30 തായമ്പക, 7 മണിക്ക് നൃത്തനൃത്യങ്ങൾ, 10 മണിക്ക് കളംപാട്ട്, പുലർച്ചെ 2 മണിക്ക് എഴുന്നള്ളത്ത്. മാർച്ച് 27 താലപ്പൊലി ദിനത്തിൽ രാവിലെ 6:30 കളംപാട്ട്, 8:30 ഇളനീർ കുലമുറി, 12:30 കുലവരവ്, 1 മണിക്ക് അന്നദാനം, 3 മണിക്ക് കളംപാട്ട്. വൈകുന്നേരം 4 മണിക്ക് പടിയക്കണ്ടി ചെറിയപുരയിൽ നിന്ന് ഗജവീരന്റെ അകമ്പടിയോടെ എഴുന്നള്ളത്ത്, 6:30 ഗജവീരന്റെയും മുത്തുകുഴകളുടെയും പഞ്ചവാദ്യങ്ങളുടെയും അകമ്പടിയോടുകൂടി താലപ്പൊലി. രാത്രി 9:30 കൂട്ടത്തിറ, 10:30 ജാനു തമാശ, പുലർച്ചെ 2 മണിക്ക് പരദേവതാ തിറ. മാർച്ച് 28 ഗുരുതിയോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, നടുവണ്ണൂർ. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി ഡോക്ടർ CV ഷാജി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അവകാശ നിഷേധങ്ങൾക്കെതിരെ FSCTA നേതൃത്വത്തിൽ മാർച്ച് 18 മുതൽ 21 വരെയാണ് അവകാശ സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിച്ചത്. കേന്ദ്ര വിഹിതം കുറച്ചുകൊണ്ടിരിക്കുന്നതും കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിക്കുന്നതും കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന ജനപക്ഷ നയങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ കേരളത്തെ തകർക്കുന്നുവെന്ന് ആരോപിച്ചാണ് അവകാശ സംരക്ഷണ സദസ്സുകൾ നടത്തിയത്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി FSCTA നേതാവ് ഡോക്ടർ CV ഷാജി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TK ഷാഫി, ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ട്രോക്ക് കെയറിൽ ഇന്ത്യയിലെ ആദ്യത്തെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അംഗീകൃത കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെന്റർ അംഗീകാരം കോഴിക്കോട് ആസ്റ്റർ മിംസിന്. ഹോസ്പിറ്റലിന്റെ അത്യാധുനിക സൗകര്യങ്ങളും നൂതന ഇമേജിംഗ് സാങ്കേതിക വിദ്യകളും ക്രിട്ടിക്കൽ കെയർ ന്യൂറോ വിദഗ്ധരുടെ ടീമുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് മിംസ് CEO ലുക്കുമാൻ പൊന്മാടത്ത് പറഞ്ഞു. സങ്കീർണമായ സ്ട്രോക്ക് രോഗികളെ വേഗത്തിൽ ഡയഗ്നോസ് ചെയ്യുന്നതിനും മികച്ച ചികിത്സ നൽകാനും ആവശ്യമായ സ്ട്രോക്ക് കെയർ പ്രോഗ്രാം, ആധുനിക ഉപകരണങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, ക്ലിനിക്കൽ വിദഗ്ധർ,
മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രോട്ടോകോളുകൾ പാലിക്കൽ തുടങ്ങിയവയിലെ മൂല്യനിർണ്ണയത്തിലൂടെയാണ് ഈ ചരിത്ര നേട്ടം നേടാനായതെന്ന് മിംസ് COO ലുക്കുമാൻ പൊന്മാടത്ത് പറഞ്ഞു. ഈ അംഗീകാരം ഏറ്റവും സങ്കീർണമായ സ്ട്രോക്ക് കേസുകൾ ചികിത്സിക്കാനുള്ള ആരോഗ്യ സ്ഥാപനത്തിന്റെ മികവിനെ സൂചിപ്പിക്കുന്നതോടൊപ്പം ഹോസ്പിറ്റലിന്റെ ഉന്നത തലത്തിലുള്ള ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ, സമഗ്രമായ പോസ്റ്റ് സ്ട്രോക്ക് കെയർ എന്നിവയുടെ ലഭ്യതയും ഉറപ്പാക്കി രോഗികൾക്ക് പെട്ടെന്ന് മികച്ച ചികിത്സ നൽകാനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് പ്രകാരം നിങ്ങൾ ഒരു സ്ട്രോക്ക് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി എവിടെയായിരുന്നു, ലോകത്ത് എവിടെയായിരുന്നാലും ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഒരു നമ്പർ ഉണ്ട്, ഒരു മൊബൈൽ നമ്പർ. ആ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആ കോള് വീഡിയോ കോളായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഞങ്ങളുടെ എമർജൻസി മെഡിസിനിൽ ഇരിക്കുന്ന 24 മണിക്കൂർ സന്നദ്ധരായിരിക്കുന്ന എമർജൻസി ഫിസിഷ്യന്റെ സഹായത്തോടു കൂടി പേഷ്യന്റിനെ ആ വീഡിയോ കോളിലൂടെ അസസ് ചെയ്യാനും എന്താണ് അസുഖം എന്നുള്ളത് വിലയിരുത്തുവാനും ഉടനടി ചികിത്സ ലഭ്യമാക്കുവാനും സാധിക്കും. വാർത്താ സമ്മേളനത്തിൽ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട്, CMS ഡോക്ടർ എബ്രഹാം മാമൻ, ഡെപ്യൂട്ടി CMS ഡോക്ടർ നൌഫൽ ബഷീർ, ഡോക്ടർമാരായ അബ്ദുൾ റഹ്മാൻ, റഫീഖ്, പോൾ ആലപ്പാട്ട് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർക്കന്റൈൽ വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ഏരിയ കമ്മിറ്റി ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ AG ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സിറ്റി കമ്മിറ്റി പ്രസിഡന്റ് സലീം ഡക്കോറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് തേങ്ങാടൻ, സംസ്ഥാന സെക്രട്ടറി പ്രസീദ് ഗുഡ്വേ, ജില്ലാ ജനറൽ സെക്രട്ടറി ജിബിൻ കാടിയ, സിറ്റി സെക്രട്ടറി ജിനീഷ് വാഴയിൽ, ട്രഷറർ അബ്ദുൽ അസീസ് ഇൻസാഫ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. കാരപ്പറമ്പിലെ സ്നേഹാരാമം പാർക്കിലാണ് 70-ാം വാർഡിനെ മാലിന്യമുക്ത ഹരിത വാർഡായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ നടന്നത്. വാർഡ് കൗൺസിലർ N ശിവപ്രസാദ് പ്രഖ്യാപനം നിർവഹിച്ചു. 7-ാം വാർഡ് കൗൺസിലർ M വരുൺ ഭാസ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ P സുനിൽകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. JHI ബിഞ്ചുന അധ്യക്ഷയായിരുന്നു. 68-ാം വാർഡ് കൺവീനർ N ജഗന്നാഥൻ, നക്ഷത്ര വായനശാല പ്രസിഡന്റ് C മധുകുമാർ, കുണ്ടുപറമ്പ് യൂണിയൻ വായനശാല പ്രസിഡന്റ് MC സുദേശ് കുമാർ, VM വിജയൻ, P ബിജു, V നന്ദകുമാർ, AP വേദസ്, പ്രവീൺ തളിയിൽ എന്നിവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിയറവു മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നേരെ ജനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പീഡനങ്ങൾ ഏറി വരികയാണെന്നാരോപിച്ച് അനിശ്ചിതകാല സമരവുമായി പ്ലാന്റുകൾ. ആശാ വർക്കർമാർക്ക് ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. ലഹരിക്കെതിരെ ഇരുചക്ര വാഹന ബോധവൽക്കരണ റാലിയുമായി വിദ്യാർത്ഥികളും അധ്യാപകരും. ചെത്തുതൊഴിലാളി യൂണിയൻ CITU കോഴിക്കോട് താലൂക്ക് തല സമ്മേളനം കോഴിക്കോട് ചെറുവണ്ണൂരിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.